بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ അടിസ്ഥാനമായി പ്രാഥമികമായി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഹറക്കത്തുകളുടെ ഉച്ചാരണം, അതേപോലെ അവസാനമായി ഇൽത്തിഖാ ഉസ്സാക്കിനൈൻ, രണ്ട് സുക്കൂനുകൾ ചേർന്ന് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ പാരായണം ചെയ്യുന്നതായ റിവായത്തു ഹഫ്സിൻ അൻ ആസിം, ഇമാം ആസിമിൻ്റെ ഖിറാഅത്തിന് ഇമാം ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരം നാം ഓതുന്ന പരിശുദ്ധ ഖുർആനിലെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ ചില പദങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തസ്ഹീലുൽ ഹംസ. തസ്ഹീലുൽ ഹംസ, ഹംസയെ തസ്ഹീൽ ചെയ്യുക എന്നത്. ഇത് പല ഖിറാഅത്തുകളിലും അടിസ്ഥാനമുള്ള ഒരു കാര്യമാണെങ്കിൽ തന്നെയും നമ്മുടെ റിവായത്ത് പ്രകാരം നാം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്ന ഈ ഒരു പദത്തിൽ മാത്രമാണ് നിർബന്ധമായും തസ്ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്നാൽ തസ്ഹീൽ ചെയ്യാൻ അനുവാദമുള്ള മറ്റു പദങ്ങളുണ്ട് നമ്മുടെ റിവായത്ത് പ്രകാരം തന്നെ. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ മനസ്സിലാക്കാം. ക്ലാസ്സിൽ മുമ്പ് ദീർഘത്തിൻ്റെ സന്ദർഭത്തിൽ സൂചിപ്പിച്ചു പോയ കാര്യവുമാണത്. ഏതായാലും ഇവിടെ തസ്ഹീൽ ചെയ്യണമെന്ന കാര്യം നാം അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. എന്താണ് തസ്ഹീൽ എന്നതാണ് ഒന്നാമതായി അറിയേണ്ടത്. തസ്ഹീൽ എന്നാൽ അന്നുത്ഖു ബിൽ ഹംസത്തിൽ മുസഹലതി ബൈനൽ ഹംസത്തിൽ മുഹഖഖതി വഹർഫിൽ മദ്ദിൽ മുജാനിസി ലിഹറകതിഹ എന്നാണ് ഡോക്ടർ ഐമൻ സുവൈദ് ഇവിടെ ഒരു താരീഫായി അല്ലെങ്കിൽ ഒരു തസ്ഹീലിനുള്ള ഒരു വിശദീകരണമായി പറഞ്ഞിട്ടുള്ളത്. അതായത് തസ്ഹീൽ എന്നാൽ മുസഹലത്തായ, തസ്ഹീൽ ചെയ്യപ്പെടുന്ന ഹംസയെ ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത് മുഹഖഖത്തും എന്നാൽ ഇവിടെ പറയുന്ന ഹറക്കത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള അലിഫും അല്ലാത്ത വിധത്തിൽ അവ രണ്ടിനും ഇടയിലുള്ള ഒരു ശബ്ദം നൽകുക എന്നതാണ്. അതായത് വ്യക്തമായി ഹംസയെ ഉച്ചരിക്കുകയോ അല്ലെങ്കിൽ ഹംസ തീരെ ഉച്ചരിക്കാതെ ഫത്ഹിന് അനുയോജ്യമായ മദ് ഇവിടെ എന്താണ്? അലിഫാണ്. പൂർണ്ണമായും അലിഫ് കൊടുത്ത് നീട്ടുകയോ ചെയ്യാതെ, പൂർണ്ണമായി വ്യക്തമായി അലിഫ് നൽകി നീട്ടുകയോ അതല്ലെങ്കിൽ വ്യക്തമാക്കി ഹംസ തന്നെ ഉച്ചരിക്കുകയോ ചെയ്യാതെ രണ്ടിനും ഇടയിലുള്ള ഒരു ശബ്ദം നൽകി ഹംസയെ ഉച്ചരിക്കുക. وفي رواية حفص همزة مفتوحة مسهلة وجها واحدا وهي الهمزة الثانية من قوله تعالى في سورة فصلت الآية رقم 44. ഇത് പേജ് നമ്പർ 481 നമ്മൾ ഓതിപ്പോയ ഭാഗമാണ്.
അന്ന് നാം സൂചിപ്പിച്ചിട്ടുള്ള കാര്യവുമാണിത്. ഏതായാലും ഒരു ഓർമ്മപ്പെടുത്തലും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ അതിൻ്റെ നിയമം അറിയലും നമുക്ക് ഈ സന്ദർഭത്തിൽ ആകാവുന്നതാണ്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ വജ്ഹൻ വാഹിദൻ, ഒറ്റ രീതി അനുസരിച്ച് എന്നവർ, മറ്റൊരു രീതി ഇവിടെ ഇല്ല എന്നർത്ഥം. ഇവിടെ മറ്റൊരു രീതി സ്വീകരിക്കാൻ പറ്റുകയില്ല. അതാണ് വജ്ഹൻ വാഹിദ. വഫി റിവായത്തി ഹഫ്സിൻ ഹംസ മഫ്തൂഹ മുസഹല. അതേതാണ്? സൂറത്ത് ഫുസ്സിലത്ത് 44-ാമത്തെ വചനത്തിലെ താഴെ നാം പാരായണം ചെയ്ത പദമാണ്. പേജ് 481. എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ തുറന്ന് വെച്ച് നോക്കുക, കേൾക്കുക. ഇവിടെ ഞാൻ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കുക. എന്താണത്? ഇവിടെ നാം പറഞ്ഞു രണ്ട് കാര്യം. ഒന്ന്, പൂർണ്ണമായും വ്യക്തമായി ഹംസ പറയാം, ഹറക്കത്തുള്ള മഫ്തൂഹത്തായ ഹംസ പറയാം. അതല്ലെങ്കിൽ പൂർണ്ണമായ അലിഫ് കൊടുക്കുക. അതായത് അഅജമിയുൻ എന്ന് ഹംസ ഉച്ചരിക്കുക. അതുമല്ലെങ്കിൽ അഅജമിയുൻ എന്ന് നീട്ടുക, വ്യക്തമായി അലിഫ് കൊടുക്കുക. അങ്ങനെ അലിഫ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ എന്ത് വരും? അലിഫിന് ശേഷം സുക്കൂൻ എന്ന കാരണത്താൽ അവിടെ മദ് ലാസിം മുഖഫഫ് കലിമി വരേണ്ടതാണ്. അപ്പം ഇങ്ങനെ ഇത് രണ്ടുമല്ല കൊടുക്കേണ്ടതെന്നർത്ഥം. فيلفظها القارئ بين الهمزة المحققة والألف والمشافهة تحكم ذلك. അതാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള നാം നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം. അതായത് മുഷാഫഹ, ഗുരുനാഥൻ്റെ വായയിൽ നിന്ന് നേർക്ക് നേരെ അത് കേൾക്കുമ്പോഴാണ് കൃത്യമായി, ഖണ്ഡിതമായി, വ്യക്തമായി അതിൻ്റെ ഉച്ചാരണം നമുക്കറിയുവാൻ സാധിക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അഅജമിയുൻ എന്ന് ഹംസയല്ല, വ്യക്തമായ ഹറക്കത്തിനെ ഉച്ചരിക്കുകയല്ല. അഅജമിയുൻ എന്ന് ദീർഘം നൽകുകയുമല്ല. മറിച്ച് എന്ത് വേണം? അത് രണ്ടിനും ഇടയിലുള്ള ഒരു ശബ്ദം കൊടുക്കണം. വ്യക്തമായ ഹറക്കത്തുള്ള മഫ്തൂഹായ ഫത്ഹ നൽകപ്പെട്ട ഹംസ ഉച്ചരിക്കാതെയും അലിഫുമല്ലാത്ത രീതിയിൽ അത് രണ്ടിനും ഇടയിലുള്ള ശബ്ദം കൊടുക്കുക എന്നതാണ് ഹംസയെ തസ്ഹീൽ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അഅജമിയുൻ എന്ന് പറയലാണ്. അഅജമിയുൻ എന്ന് വ്യക്തമാക്കാതെ അഅജമിയുൻ, അഅജമിയുൻ വഅറബി, അഅജമിയുൻ, അഅജമിയുൻ വഅറബി, അങ്ങനെ ഓതണം. അഅജമിയുൻ, എല്ലാവരും അത് ആവർത്തിച്ച് പറഞ്ഞ് ശരിയാക്കി എടുക്കേണ്ട ഒരു പദമാണിത്. അഅജമിയുൻ വഅറബി. ഇവിടെ ഈ ഹംസയെ തസ്ഹീൽ ചെയ്ത് ഉച്ചരിക്കുമ്പോൾ വരാവുന്ന ചില അബദ്ധങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, തഹ്ഖീഖുഹ, അഅജമിയൻ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക എന്ന ഒരബദ്ധം. രണ്ടാമത്തേത് ഇബ്ദാലുഹ ഹാ അൻ, ഹംസ പോയി പിന്നെ അവിടെ ഹാ കയറി വരിക. അഅജമിയുൻ അല്ലെങ്കിൽ അഅജമിയുൻ എന്നല്ലാതെ മറിച്ച് അഹഅജമിയുൻ, അഹഅജമിയുൻ എന്ന് ചിലർക്ക് ഹാ കടന്നു വരും. എന്നാൽ തഹ്ഖീഖുൽ ഹംസത്തിൽ മുസഹല ഫസഹീഹുൻ അലാ ബഅദിൽ ഖിറാഅത്തി അമ്മ ഇബ്ദാലുഹാ ഹാഅൻ ഫലാ യസിഹുൽ ബത്ത വഹുവ ഖതഉൻ മഹ്ദുൻ. ഈ തസ്ഹീൽ ചെയ്യപ്പെടുന്ന ഹംസയെ തഹ്ഖീഖ് ചെയ്യുക എന്നത് മറ്റു ചില ഖിറാഅത്തുകളിൽ ഉള്ളതാണ്. അഅജമിയുൻ എന്ന്
വ്യക്തമായി ഹംസയെ ഉച്ചരിക്കുന്ന ഖിറാഅത്തുകളുണ്ട്. നമ്മുടെ റിവായത്ത് ഹഫ്സിൽ വജ്ഹൻ വാഹിദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു, മറ്റൊരു രീതി അനുവദനീയമല്ല. എന്നാൽ ഹാ ആക്കി ഉച്ചരിക്കലോ അത് ലാ യസിഹുൽ ബത്ത, ഒരിക്കലും ശരിയാവുകയില്ല, അത് തനി അബദ്ധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പദത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ